പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരാഗ്രഹം പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ചെയ്തു കൊടുക്കണ്ടേ. അങ്ങനെ മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേന് അതിൽ ഗ്രില്ല് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് കഴുകി വൃത്തിയാക്കി മീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതിലേക്ക് കുറച്ച് ഉപ്പും, പിന്നെ നമ്മുടെ കോൺഫ്ലവർ, അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ് കേട്ടോ. ഇതാരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഉള്ള ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വറ്റയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, വലിയ വറ്റയാണേ. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ മസാലയെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പള്ളിയിൽ കുറച്ച് പരിപാടിയുണ്ട്, അങ്ങോട്ടും കൂടെ പോകണം. അപ്പം നമ്മൾ മസാല തേച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് നമ്മൾ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ കുറച്ച് നേരം ഫ്രിഡ്ജിലിരിക്കട്ടെ അല്ലേ. അപ്പം അങ്ങനെ ഇവനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ ശേഷമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്നത്. നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മീനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അടുപ്പിൽ തന്നെ കനലൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഒരു മെഷ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതിലാണ് കേട്ടോ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകണം. അല്ലാതെ നമ്മൾ ഗ്രില്ല് ചെയ്യണ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എമർജൻസി ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഉള്ള വെട്ടത്തിൽ രാത്രി ഇപ്പോൾ ഏകദേശം ഒരു 9:30 സമയമായി. അതിനിടയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മെഷിൽ ഓയിലൊക്കെ തടവിയിട്ട് നമ്മുടെ മസാല തേച്ച് വെച്ച് മീനിനെ ഓയിലിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ ഈ കനലിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഗ്രില്ലായി വരട്ടെ ഒരു സൈഡ്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്താൽ ഇച്ചിരി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അങ്ങനെ ഒരു വശം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇട്ട് അടുത്ത സൈഡ് ഞങ്ങൾ ഇങ്ങനെ കനലിൽ ഇങ്ങനെ വേവിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മീനിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 10 മണി സമയമായി. അരമണിക്കൂർ കൊണ്ട് എന്തായാലും സെറ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിറക് ചിരട്ടയൊക്കെ ഇട്ടാണ് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. അപ്പോൾ അവിടെ എല്ലാവരും ഓൾറെഡി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മീൻ കൊണ്ട് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് നീരങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ കഴിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ആദ്യം കുഞ്ഞ് കൊടുത്തു. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്കെല്ലാവർക്കും 2 പേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ സന്തോഷമാണ് നമുക്കും വലുത്. അങ്ങനെ അവസാനമായിട്ട് ഞാൻ മീൻ കഴിച്ചു നോക്കി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മുടെ വീട്ടിലെ സന്തോഷങ്ങളൊക്കെ അല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.